മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അത്യത്ഭുതകരമായ ഒരു സംഭവം നടന്നു. നിങ്ങളിൽ എത്ര പേരത് കണ്ടു കേട്ടു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സുഹൃത്തുക്കൾ 2-3 പേര് പറഞ്ഞതിനെ വിലയിരുത്തിയിട്ടാണ് ഞാനിത് പ്രസന്റ് ചെയ്യുന്നത്. ജസ്റ്റിസ് തോമസ് സാർ, എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് KT തോമസ് ആണെന്ന് തോന്നുന്നു, സുപ്രീം കോടതി ജഡ്ജി, അടുത്ത കാലത്ത് മീഡിയ വണ്ണില് മുസ്ലിം മീഡിയ, മുസ്ലിങ്ങളുടെ TV ചാനലാണ് മീഡിയ വൺ. മുസ്ലിങ്ങളുടെ TV ചാനലാണെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ദേഷ്യം വന്നു. അതിൽ പോലും വർഗീയത കാണുന്ന വ്യക്തി എന്ന് മുസ്ലിങ്ങളുടെ ചാനൽ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ ജ്ഞാനയോഗി എന്ന ഒരു ചാനലുണ്ട്. അത് ഹൈന്ദവ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന തന്നെയുള്ള ചാനലാണ്. അതുകൊണ്ട് അതിന് ഹൈന്ദവ ചാനൽ എന്ന് തന്നെ പറയാൻ ഒരു വിഷമവുമില്ല. സംസ്കൃതി എന്ന ചാനലുണ്ട്, അത് ഹൈന്ദവ ചാനലാണ്. ജീവൻ TV ക്രൈസ്തവ ചാനലല്ല. ക്രിസ്ത്യാനികളുടെ ആണെങ്കിൽ പോലും മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത, മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ധാരാളം ചാനലുകൾ ക്രിസ്ത്യാനികളുടെ ഉണ്ട്. മാധ്യമത്തിൽ ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലി ശരിയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. RSSും ഗാന്ധി വധവുമായിട്ട് ഉള്ള കാര്യങ്ങളിങ്ങനെ സമൂഹത്തിൽ നിരന്തരം വരുമ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് ജസ്റ്റിസ് പറഞ്ഞൊരു വരിയുണ്ട്. എനിക്കും RSSനെ കുറിച്ച് കുറേയധികം സംശയങ്ങളും ധാരണകളും ഉണ്ടായിരുന്നു. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഒരു ജഡ്ജി എന്നുള്ള നിലയ്ക്ക് RSSകാരുമായിട്ട് ബന്ധപ്പെട്ടു, ശാഖകളിലേക്ക് പോയി, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവരുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും പുസ്തകങ്ങളും എല്ലാം വായിച്ചു. അടിമുടി RSSനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആരുടെയും സ്വാധീനമോ ഒന്നുമല്ല, തുറന്ന മനസ്സ് വെച്ച് RSSനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പരിണത ഫലം ഭാരതത്തിന് വേണ്ടി ജീവിക്കുന്ന, ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭാരതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള കുറേ അധികം യുവാക്കളെ സൃഷ്ടിക്കുന്ന ഒരു ദേശസ്നേഹപരമായിട്ടുള്ള സംഘടനയാണ് RSS എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഗാന്ധി വധത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ കോമ്പയർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, ഗാന്ധി വധവുമായിട്ട് RSSന് യാതൊരു ബന്ധവുമില്ലെന്നും നെഹ്റു കെട്ടിച്ചമച്ചതാണെന്നും ഹൈക്കോടതിയും സുപ്രീം കോടതിയും RSSന് ഗാന്ധി വധവുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ശരിക്ക് CPMന്റെ നേതാവ് അല്ലെങ്കിൽ CPIയുടെ നേതാവായ സോമനാഥ ചാറ്റർജിയുടെ അച്ഛൻ ആയിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവ്. ആ ഹിന്ദു മഹാസഭയിൽ പ്രവർത്തിച്ചിരുന്ന നാഥൂറാം വിനായക് ഗോഡ്സെയാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്നും ഏതെങ്കിലും സംഘടനയ്ക്ക് ഈ മഹാത്മാഗാന്ധിയെ കൊന്നതിൻ്റെ ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അത് ഈ CPM നേതാവിൻ്റെ അച്ഛൻ പ്രസിഡന്റായിട്ട് ചെയർമാനായിട്ടുള്ള ഹിന്ദു മഹാസഭയാണെന്നും RSSന് ഇതിന് യാതൊരു ബന്ധമില്ലെന്നും അതിനെ അടിച്ചൊതുക്കാനും ഇല്ലാതെയാക്കാനും നെഹ്റു കാണിച്ച തീവ്രമായിട്ടുള്ള നെഗറ്റീവ് വ്യഗ്രതയാണ് RSSന്റെ മേലെ ഇങ്ങനെ ഒരു ആരോപണമുണ്ടായതെന്നും ഈ ജസ്റ്റിസ് തോമസ് സാറ് പറഞ്ഞപ്പോൾ ആ മീഡിയ വണ്ണിൽ ഇദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്ത ആളുടെ മുഖമൊന്ന് കാണേണ്ടിയിരുന്നു. ഈ ഭാരതത്തിൽ RSSനെ ആണിയടിച്ചു കുരിശി തറയ്ക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കുറേ ചാനലുകളിൽ ഇങ്ങനെ ജസ്റ്റിസ് തോമസ് പറയുകയും ചെയ്തു. അവസാനം അതൊട്ട് കാണിക്കാതിരിക്കാനും പറ്റില്ല, വിഴുങ്ങാനും പറ്റില്ല, വിഴുങ്ങാതിരിക്കാനും പറ്റില്ല എന്ന ലെവലിൽ അത് ഒരു പ്രാവശ്യം മീഡിയ കാണിക്കേണ്ടി വന്നു. മീഡിയ വൺ എന്ന ചാനല് ഏതായാലും ചിലരെങ്കിലും സത്യം പറയുന്നവരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും പറയാനുള്ളത്, RSSകാരോ അല്ലാത്തവരോ അതിൻ്റെ അഭ്യുദയകാംക്ഷികളോ എതിർക്കുന്നവരോ പുച്ഛിക്കുന്നവരോ അവഹേളിക്കുന്നവരോ ആരും ആവാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിൽ പ്രവർത്തിച്ച ചിലരാണ് JNUവിൽ ഭാരതത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച, യാക്കൂബ് മേമന്റെ അന്ത്യദിനത്തിന് ആചാരങ്ങളും സമർപ്പണങ്ങളും നടത്തിയ കുറേ പേരെ കൈകാര്യം ചെയ്ത പെൺകുട്ടികൾ. അത് RSSുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഈ രാഷ്ട്രത്തിൽ ജനിച്ച്, ഈ രാഷ്ട്രത്തിൽ വളർന്ന്, ഈ രാഷ്ട്രത്തിൽ മരിച്ചു പോവുകയോ ചത്തുപോവുകയോ ചെയ്യുന്ന ഇവിടുത്തെ ബുദ്ധിജീവികളും അവാർഡ് വാപസി നടത്തിയവരും ഇവിടെ അസഹിഷ്ണുത എന്ന് പറഞ്ഞു പരത്തിയവരും
അവരെല്ലാം ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നതും അതും വ്യക്തി സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും എന്നൊക്കെ പ്രഖ്യാപിച്ച് ഈ നാട്ടിനകത്ത് ഇന്റലക്ച്വൽ തീവ്രവാദം, ശാരീരിക തീവ്രവാദം നടത്താൻ വേറൊരു സംഘടനയുടെ കൂട്ടത്തിലുള്ളവർ തയ്യാറാവുമ്പോൾ ഈ രാഷ്ട്രത്തിനെതിരെ ഒരു ഇന്റലക്ച്വൽ തീവ്രവാദം നടത്താൻ കന്നയ്യകുമാറും അതുപോലെ തന്നെ നിവേദിത മേനോനെ പോലെയുള്ളവരൊക്കെ അങ്ങ് ബർക്കത്തുള്ളയോ ബർക്കാദത്തോ ഒക്കെ അങ്ങ് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരെയും കൈകാര്യം ചെയ്യാനും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാനും 2.5 വർഷം കൊണ്ട് ഈ രാഷ്ട്രത്തെ അതിഗംഭീരമായിട്ട് നിലയിലെത്തിക്കാനും ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തവരും അതുപോലെ തന്നെ നോബൽ സമ്മാനം കിട്ടിയവരും ഒക്കെ പറഞ്ഞ ആ പ്രവചനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ ഈ നിലയിൽ എത്തിച്ച 2.5 വർഷം കൊണ്ട് 70 വർഷം കുത്തുവാള എടുപ്പിച്ച ആ വ്യക്തികളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി 2.5 വർഷം കൊണ്ട് ഈ രാജ്യത്തെ ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് RSSൽ നിന്ന് കിട്ടിയ പരിശീലനമാണെന്ന അഭിമാനത്തോടുകൂടി ഇന്ന് അതിൽ പ്രവർത്തിച്ചിരുന്നവരും പ്രവർത്തിക്കുന്നവരും പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ആ സംഘടനയെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും നിരാകരിക്കുകയും നിഷേധിക്കുകയും തമസ്കരിക്കുകയും നിത്യവും ചെളിവാരിയെറിയുകയും ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ പരിണതഫലം ജനത മനസ്സിലാക്കിയതിൻ്റെതാണ്. ഈ ബോംബെ ഇലക്ഷനിലും അതുപോലെ ഒറീസ ഇലക്ഷനിലും ഇനി 11-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും മിക്കവാറും കാണാൻ സാധ്യതയുള്ളത്. ഓർമ്മിക്കുക, ഒന്നത്. 2, ആരെന്ത് പറഞ്ഞാലും സ്വന്തം അമ്മയെയും അച്ഛനെയും സംസ്കാരത്തെയും സംരക്ഷിക്കുമെന്ന ആ ദൃഢപ്രതിജ്ഞ 1925 വിജയദശമിയുടെ അന്ന് എടുപ്പിച്ച അന്ന് മുതൽക്ക് ഇന്ന് വരെ പുറത്തൊന്ന് അകത്തൊന്ന് എന്നുള്ളതില്ലാതെ അകത്തും പുറത്തും രാഷ്ട്രവും ധർമ്മവും മാത്രം ചിന്തിച്ചൊരു തലമുറയെ വളർത്തിയതാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് അറിയാൻ സാധിക്കട്ടെ. ജസ്റ്റിസ് തോമസ് സാറിനെ പോലെയുള്ളവര് സത്യം അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പറയാൻ മുമ്പോട്ട് വന്നത്, അത് മീഡിയ ചാനലിൽ അബദ്ധത്തിനോ സുബദ്ധത്തിനോ അറിഞ്ഞോണ്ടോ അറിയാതെയോ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നതും നന്നായി. പക്ഷെ മീഡിയ ചാനൽ ആയതുകൊണ്ട് ഒരു പക്ഷേ മറ്റുള്ളവരത് കണ്ടിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ സംശയമുള്ളൂ. എങ്കിലും മീഡിയ ചാനൽ അവരുടെ സ്വതന്ത്രമായ മനസ്സുപയോഗിച്ച് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ടെലികാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നടക്കില്ല എന്നറിയാമെങ്കിലും പ്രണാമം, നമസ്കാരം.